കലാമണ്ഡലം ജൂനിയർ സത്യഭാമ അല്ലെങ്കിൽ അസഭ്യഭാമ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കലാഭവൻ മണിയുടെ അനുജനായിട്ടുള്ള മനുഷ്യൻ നർത്തകനാണ്. അദ്ദേഹം കാക്കയെ പോലെ കറുമ്പനാണ്. അതുപോലെ തന്നെ പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കാത്ത രൂപമാണ് എന്നാണ് പറയുന്നത്. ഒരു ഇന്റർവ്യൂവിനിടയിൽ ഉണ്ടായ ഒരു സംഭവം. അതായത് ഇത്രക്ക് പച്ചക്ക് ഇമ്മാതിരി ഊളത്തരങ്ങൾ പറയാൻ ഇങ്ങനെയുള്ള കലാകാരികൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അവരുടെ ആ ഒരു മാനറിസം അതും കൂടി ഒന്ന് കാണണല്ലോ. കണ്ടു. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയെന്നാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോയി പെറ്റ തള്ള സഹിക്കില്ല. ഓക്കെ, മോഹിനിയാട്ടം അത് ഭംഗിയുള്ള, ഈ ഭംഗി എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് എനിക്കറിയില്ല. വെളുത്തവരൊക്കെ ഭംഗിയുള്ളവരാണ് എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അതായത് നിങ്ങളുടെ കറുപ്പിന്റെ രാഷ്ട്രീയം അത് വൃത്തിയിൽ പുറത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരു കലാകാരിയായിട്ട് അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് ഒന്നും അറിയില്ല. ഇനി അറിയും. എങ്ങനെ? കലാഭവൻ മണിയുടെ അനുജൻ കേസുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒന്നും രണ്ട് ആളുകളാവില്ല, ലക്ഷക്കണക്കിന് കേരളത്തിലെ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കലാഭവൻ മണിയുടെ അനുജനാണ്. ഒരു കലാകാരനെ എങ്ങനെയാണ് ഇങ്ങനെ അവഹേളിക്കാൻ കഴിയുന്നത് എന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ആ ഒരു കുടുംബം ഈ ഒരു നിലയിലേക്ക് വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുജനൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ പഠിച്ചു വരുന്നത്. എവിടെ നിന്നോ കിട്ടിയ സിദ്ധിയല്ല. അദ്ദേഹം കൃത്യമായിട്ട് അത് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കറുപ്പാനാണ് അല്ലെങ്കിൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളും ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കൾക്കൊന്നും ഒരു തരത്തിലുള്ള വൈകല്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാകാം ഒരു പക്ഷെ നിങ്ങൾ അത്രക്ക് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കറുപ്പതും വെളുത്തതും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാ. മോഹിനിയാട്ടമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ മോഹിനിയാട്ടം ആടുമ്പോൾ മുഖത്ത് പുട്ടി അടിക്കാതെ ചെയ്യാറുണ്ടാ? അതായത് ഒരു 10-25 ഫൗണ്ടേഷനൊക്കെ അടിച്ചിട്ടാണല്ലോ ഈ മോഹിനിയാട്ടം ചെയ്യുന്നത്. അതെന്താ? മോഹിനിയാവാനുള്ള ആകാര ഭംഗി ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീകൾ അത്തരത്തിൽ മേക്കപ്പ് ചെയ്യുന്നത്? ഒരാണാണ് മോഹിനി വേഷം കെട്ടുന്നതെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് മേക്കപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷെ മോഹിനിയാണ് ഞാൻ എന്ന് പറയുന്ന ആട്ടമാടുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ ഒരു സത്യഭാമ എന്ന ഈ ഒരു സ്ത്രീ പോലും മോഹിനിയാട്ടം കെട്ടുമ്പോൾ അവർക്ക് അതിനുള്ള ഭംഗിയില്ല. അതുകൊണ്ടാണ് അവർ അത്രയധികം വീണ്ടും പുട്ടിയടിച്ച് കയറ്റിയിട്ട് ആ ഒരു രീതിയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ കലാമണ്ഡലം ഈ പെൺകുട്ടിയെ, ഈ ഒരു സ്ത്രീയെ നമുക്ക് വല്ലാണ്ട് അറിയുന്നില്ല. ഇനി അറിയുമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിന്റെ അടിയിൽ വന്ന കമന്റുകൾ ഉണ്ടല്ലോ, വളരെ മോശപ്പെട്ട കമന്റുകളാ. അത് കണ്ടപ്പോഴും എനിക്ക് സന്തോഷമായത്. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് അങ്ങോട്ട് അധിക്ഷേപിക്കുക, വെറും അധിക്ഷേപമല്ല, അവരുടെ അമ്മയെ പോലും ഇതിലേക്ക് വലിച്ചിഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ അമ്മ, ആ ഒരു സ്ത്രീ പെറ്റിട്ടത് വളരെ മോശപ്പെട്ട ഒരു കുട്ടിയെയാണ്, വികൃതമായിട്ടുള്ള വൈകൃതമുള്ള ഒരു കുട്ടിയെയാണ് പെറ്റിട്ടത് എന്ന രീതിയിലല്ല അവർ സംസാരിക്കുന്നത്. അതൊരു സ്ത്രീ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികൾ ഇങ്ങനെ വേണം എന്നുള്ളത് തന്നെയാണ്. എന്താണ് മോഹിനിയാട്ടം ഒരു ആടിക്കഴിഞ്ഞാൽ ഇനി ആണിന്റെ കളർ കറുത്തതാണെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം? ഈ ആണിൻ്റെതാണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും നിറം കറുപ്പായാൽ എന്ത് വിഷയമാണ് ഇവിടെ ഉള്ളത്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നേടിയെടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇത്തരത്തിലുള്ള ദുഷിച്ച നാവ് കൊണ്ട് ദുഷിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആദ്യം ഒരു പോസ്റ്റ് ആയിട്ടാണ് കലാഭവൻ മണിയുടെ അനുജൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിട്ടു. കാരണം അത്ര വലിയ വിഷയമാവില്ല, ചെറുതാകുമെന്ന്. പക്ഷെ ന്യൂസ് ചാനലുകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതായത് പെറ്റ തള്ള പോലും കണ്ടാ സഹിക്കാത്ത ഒരു രൂപമാണോ കലാഭവൻ മണിയുടെ അനുജന്റെ മുഖം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര ഭംഗിയുള്ള ഒരു മുഖമാണ് ഈ പറയുന്ന സ്ത്രീ. ഈ സ്ത്രീയെക്കാളോ എത്രയോ 100 മടങ്ങ് ഭംഗിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇതെന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ആരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുക എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. ചിലപ്പോൾ ഇവര് സമൂഹത്തിൽ വലിയ വലിയ നല്ല പണമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവരാരും സപ്പോർട്ട് ചെയ്യും, അല്ലെ? ഇത് കലാഭവൻ മണിയുടെ അനുജനായതുകൊണ്ട്, കറുപ്പിന്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ എളുപ്പമായതുകൊണ്ട് ഒരു പക്ഷേ കലാഭവൻ മണിയുടെ അനുജന്റെ കൂടെ ആരും കൂടിയെന്ന് വരില്ല. പക്ഷെ ഞാൻ അടക്കമുള്ള കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. ഇവിടെ
കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കയറിയിരിക്കുന്നത് ഇത്രക്ക് വൃത്തികെട്ട നീച സ്വഭാവമുള്ള ആളുകളാണ് എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും സങ്കടം തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണനുണ്ടല്ലോ, ഈ ഒരു ശ്രീകൃഷ്ണന്റെ കളറും കറുപ്പാണ് എന്ന് നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. കറുപ്പിന് തന്നെയാണ് അഴക്. വെളുപ്പിനെ താഴ്ത്തി പൊക്കി കെട്ടേണ്ടതായിട്ടുള്ള കാര്യമില്ല. എല്ലാ മനുഷ്യന്മാരും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയൂ എന്ന് സത്യഭാമ എന്ന ആ കലാമണ്ഡലം എന്ന വാക്ക് അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞോളൂ. കാരണം അതിനൊരു പവിത്രതയുണ്ട്. അത് കളഞ്ഞു കുടിച്ചിട്ട് അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കലാമണ്ഡലം എന്ന വാലോ അല്ലെങ്കിൽ പേരിന് മുന്നിൽ ആ ഒരു വാക്കോ വെക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഒരു നികൃഷ്ട ജീവിയാണ്, ഒരു നീചയായ സ്ത്രീയാണ്. ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും മുന്നിൽ അപമാനപ്പെട്ട ഒരൊറ്റ സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ നിറം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അദ്ദേഹം ഒരു നല്ല പേഴ്സണാലിറ്റിയാണ്, അദ്ദേഹം നല്ലൊരു നർത്തകനാണ്. അതിലുപരി വേറെ ഒന്നും വേണ്ട. അതൊക്കെ കൂടാതെ കലാഭവൻ മണി എന്ന് പറയുന്ന ആ മഹാവ്യക്തിയുടെ അനുജനാണ്. അതേ കഴിവുകളൊക്കെ കുറച്ചെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചതിന് നിങ്ങൾ പൊതുമധ്യത്തിൽ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മാപ്പ് നിങ്ങൾ പറയണം. എന്തായാലും അദ്ദേഹം കേസുമായിട്ട് പോയിട്ടുണ്ട്. അധിക്ഷേപിച്ചതിന് നിങ്ങൾക്ക് കേസ് വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.